ലൈവില് ഋഷി ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് ഋഷി അവിടെ പറയുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു, പുറത്തുനിന്ന് വന്നിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അത് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവിടെ കരയുന്നത്. ഞാൻ ടോപ്പ് 5-ലെത്താനായിട്ട് യോഗ്യതയുള്ള ആളല്ലേ, എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അൻസിബയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അൻസിബ പറയുന്നുണ്ട്, നീയാണ് ഈ വീട്ടിൽ ഏറ്റവും ടോപ്പ് 5-ലെത്താനായിട്ട് യോഗ്യതയുള്ള ആള്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ടോപ്പ് 5 എന്നല്ല, ടോപ്പ് 3 എന്നാണ്. എൻ്റെ മനസ്സിൽ ടോപ്പ് 3 ഉള്ളൂ. അത് ജിൻഡോയും നീയും പിന്നെ അഭിഷേകുമാണ്, അല്ലാതെ എൻ്റെ മനസ്സിൽ ആരുമില്ല. നീ അതുകൊണ്ട് എല്ലാം കൊണ്ട് യോഗ്യതയുള്ള വ്യക്തിയാണ് ഇവിടെ എത്താനായിട്ട്. നിനക്ക് ഒരുപാട് കുടുംബ പ്രേക്ഷകരുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നവർ. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അത്രയും ഫാൻ ബേസ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നീ ഇവിടെ എത്തിയത്. അവർക്കൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ അൻസിബ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നത്, എനിക്ക് ഇനി കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ എന്നെ വിട്ടു പോവാതിരുന്നാൽ മതി, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, എനിക്ക് കപ്പിനേക്കാൾ മുഖ്യം നീയുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് അൻസിബയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, ഞാൻ വിട്ടു പോവില്ലല്ലോ, നീ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഋഷി ഭയങ്കര കരച്ചിലാണ്. ആരൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി എന്നാണ് അവിടെ ഋഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഷേകും വന്ന് പറയുന്നുണ്ട്, എൻ്റെ അടുത്തും വന്ന് പറയുന്നുണ്ട്, ബീൻ ബാഗിൽ ഇരിപ്പല്ലേ, അതിലിരുന്നിട്ട് ഇവിടം വരെ എത്തിയില്ലേന്നും, പിന്നെ പലരും എൻ്റെ അടുത്ത് മുഖത്ത് പോലും നോക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, പുറത്തുനിന്ന് വന്നവർക്ക് നമ്മുടെ അടുത്ത് നല്ല അസൂയും കുശുമ്പും ഒക്കെ ഉണ്ടാവും, അതാണ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്, അത് നീ മൈൻഡ് ചെയ്യേണ്ട എന്ന് അവിടെ പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. ഋഷീനെ കുറേ സമാധാനിപ്പിക്കാനൊക്കെ അഭിഷേകും അൻസിബയും ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഋഷി അവിടെ. പക്ഷേ എല്ലാവരും വന്നിട്ട് ആരൊക്കെ എന്തൊക്കെയോ ഋഷീനെ ഒന്ന് കൊത്തി സംസാരിച്ചു എന്നാണ് ഋഷി അവിടെ പറയുന്നത്.